സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ വയനാട് ദുരന്തബാധിത പ്രദേശത്തെ റീബിൽഡ് വയനാട് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിച്ച സമയത്ത് CPM ജില്ലാ സെക്രട്ടറി റഫീഖിനോട് മാറി നിയന്ത്രണങ്ങൾ മണപ്പിച്ച് നടക്കുന്നത് എൻ്റെ പുറകെ നടക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിച്ചതിനകത്ത് ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മാത്രമല്ല, സൈബർ കമ്മികൾ എന്ന് പറയുന്നത് അവരുടെ കമ്മ്യൂണിസ്റ്റുകാരുന്ന സഖാക്കളെന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും യഥാർത്ഥ കോൺഗ്രസ്സുകാരെ കൊങ്ങികൾ എന്ന് വിളിക്കാറില്ല, നല്ല ലീഗുകാരെ മൂരികളെന്ന് വിളിക്കാറില്ല, നല്ല സഖാക്കളെ കമ്മികളെന്ന് വിളിക്കാറില്ല, നല്ല BJPക്കാരെ ചാണകസംഖ്യകളെന്ന് വിളിക്കാറില്ല. പക്ഷേ അങ്ങനെയൊക്കെ വിളിക്കാൻ യോഗ്യരായവർ ഈ പാർട്ടിക്കകത്തൊക്കെ ഒരു അന്തമില്ലാത്ത എന്തെങ്കിലും കേട്ടാൽ കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ഈ 4 പാർട്ടിക്കകത്തുള്ള ആൾക്കാരെ അവരെ യഥാക്രമം ചാണകസംഖ്യയെന്നും കമ്മിയെന്നും കൊങ്ങിയെന്നും മൂരിയെന്നും വിളിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള അഭിപ്രായം തന്നെ എനിക്കുള്ളത്. ഈ എല്ലാ പാർട്ടിക്കകത്തുമുള്ള വളരെ മാന്യന്മാരായ നേതാക്കന്മാരോടും സാധാരണ പ്രവർത്തകരോടും അനുഭാവികളോടും വളരെ വ്യക്തിപരമായ ബന്ധം സൂക്ഷിക്കുമ്പോൾ തന്നെ ഇത്തരം ആൾക്കാരുടെ എതിർപ്പ് തന്നെയാണ് ഈ സൈബർ കടന്നലുകളോടൊക്കെ. മമ്മൂട്ടി ആരാ? മമ്മൂട്ടി കൈരളി TVയുടെ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിൻ്റെ ചെയർമാനാണ്. അത് പിണറായി വിജയനും PT കുഞ്ഞുമുഹമ്മദും ഉൾപ്പെടെയുള്ളവർ അഡ്വക്കേറ്റ് C ശ്രീധരൻ നായർ, ശിവദാസ് മേനോന്റെ മരുമകൻ, പഴയ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, അവരൊക്കെ ഉൾപ്പെടെയുള്ളവർ നിർബന്ധിച്ച്, അദ്ദേഹം മമ്മൂട്ടിയുടെ സീനിയറായിരുന്നു, അവരൊക്കെ നിർബന്ധിച്ചാണ് മമ്മൂട്ടി അത് ഏറ്റെടുത്തത്. മമ്മൂട്ടിക്ക് ഇപ്പോൾ ഒരു ചാനലിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഒന്നും. അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മൂട്ടി അതിൻ്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറ്റുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറീസ് CPM ആണ്, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡാണ്, കൈരളി ചാനലാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. അപ്പോൾ മമ്മൂട്ടി ഞാൻ വിമർശിച്ചിട്ടുണ്ട്, നാളെ വിമർശിക്കേണ്ടി വന്നാൽ വിമർശിക്കും. പക്ഷേ മമ്മൂട്ടി അവിടെ ചെല്ലുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിയുടെ ബൗൺസറാണോ റഫീഖ്? CPM ജില്ലാ സെക്രട്ടറി അല്ലേ? കുമ്മനടി എന്നുള്ളൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ആദ്യത്തെ കന്നിയോട്ടത്തിനകത്ത് നരേന്ദ്രമോദി വന്നത് ഉദ്ഘാടനം ചെയ്യുമ്പം അതിനകത്ത് അന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കുമ്മനം രാജശേഖരൻ നരേന്ദ്രമോദിയുടെ തൊട്ടടുത്ത കസേരയിലിരുന്ന് ചെയറിലിരുന്ന് യാത്ര ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുമ്മനടി എന്ന പ്രയോഗം ഉണ്ടായത്. എനിക്ക് അതിനോട് വ്യക്തിപരമായിട്ട് വിയോജിപ്പുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അടുത്ത് പിണറായി വിജയൻ സഖാവ് കണ്ണൂർ ജില്ലയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ, ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തപ്പം CPM ജില്ലാ സെക്രട്ടറി രാകേഷ് അടുത്ത് പോയിരുന്നു. അത് കുമ്മനടിയാണോ? കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ഓരോ ജില്ലയിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ചെല്ലുമ്പം അവിടുത്തെ DCC പ്രസിഡന്റുമാർ കൂടെ ഉണ്ടാവും. CPMന്റെ മന്ത്രിമാർ ഓരോ ജില്ലയിൽ ചെല്ലുമ്പം അവിടുത്തെ CPMന്റെ ജില്ലാ സെക്രട്ടറിമാർ കൂടെ ഉണ്ടാവും. CPIയുടെ മന്ത്രിമാർ ചെല്ലുമ്പോൾ CPIയുടെ ജില്ലാ സെക്രട്ടറിമാർ കൂടെ ഉണ്ടാവും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ റോഷി അഗസ്റ്റിനോടെ ചെല്ലുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ജില്ലാ പ്രസിഡന്റോ ബാക്കിയുള്ളവരോ കൂടെ ഉണ്ടാവും. അവർ കൂടെ സ്വന്തം സഹചാരികളെ പോലെ ആ ജില്ലയ്ക്ക് ചെല്ലുമ്പോൾ അവർ കൂടെ ഉണ്ടാവും. അത് കുമ്മനടിയില്ല. അത് പ്രധാനമന്ത്രി ഓരോ സംസ്ഥാനത്ത് വരുമ്പോൾ അവിടുത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടെ ഉണ്ടാവും. അതിനകത്ത് തെറ്റില്ല. നാളെ BJP കേരളം ഭരിക്കുകയാണെങ്കിൽ BJPക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അവർ ഒരു ജില്ല സന്ദർശിക്കുമ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ എല്ലാവരും ഇത് വേണ്ടാന്ന് വെക്കണം. അപ്പോൾ കുമ്മനടി എന്നുള്ള വാക്കിനോട് തന്നെ വിയോജിപ്പാണ്. പക്ഷേ റഫീഖ് ചെയ്തത് തനി കുമ്മനടിയാണ്. റഫീഖ് അവിടെ വരുന്ന വയനാട് സന്ദർശിക്കുന്ന എല്ലാ സാധാരണക്കാരായ മനുഷ്യരെ വരെ അങ്ങനെ അനുഗമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. മമ്മൂട്ടിയെ പോലെയുള്ള താരമൂല്യമുള്ള ഒരാൾ വന്നപ്പോൾ അതിൻ്റെ കൂടെ നിന്നിട്ട്, അത് മാത്രമല്ല ബൗൺസറമാരി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ആൾക്കാരെ വകച്ചു വെച്ച് മാറ്റുക, മൂക്കാതെ പടുത്തതിൻ്റെ കുഴപ്പമുണ്ട് റഫീഖിന്. CPMന്റെ വയനാട് ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് കൃഷ്ണപ്രസാദൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവുമോ? കൃഷ്ണപ്രസാദ് ഒരു ടൈം MLA ഏതാണ്, SFIയുടെ പഴയ അഖിലേന്ത്യാ പ്രസിഡന്റാ. വേണ്ട, സഖാവ് മധു DYFയുടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പോൾ അവിടുത്തെ എന്തൊക്കെ ചുമതലയുണ്ട്, ട്രേഡ് യൂണിയൻ്റെ ബാക്കിയുള്ളതൊക്കെ. മധു മാതൃകാപരമായി വിവാഹം കഴിച്ചതാണ്. സാജിദ എന്ന് പറയുന്ന DYFയുടെ പഴയ ദേശീയ കൗൺസിൽ അംഗം, കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള സാജിദ മതരഹിതമായി വിവാഹം കഴിച്ചാണ്. മലപ്പുറത്തുകാരിയാണ് സാജിദ. മധു DYFയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് സ്റ്റേറ്റ് കമ്മിറ്റിയിലുണ്ടായിരുന്നു, സാജിദ കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായിരുന്നു. പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. മാതൃകാപരമായി മതേതരമായിട്ടുള്ള വിവാഹം കഴിച്ചതാണ്. രണ്ടുപേരും 2 മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. റഹീം അങ്ങനെയാണ്. അമൃതയെ വിവാഹം കഴിച്ചു. SFIയുടെ ദേശീയ പ്രസിഡന്റ് VP സാനു, സാനുവിൻ്റെ വൈഫിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതും അങ്ങനെയാണ്, മതേതര വിവാഹമാണ്. MP രാജേഷ് നിനിത കണിച്ചേരി, റഷീദ് കണിച്ചേരി മാഷ മകളെ നിനിത കണിച്ചേരി വിവാഹം കഴിച്ചു. വയലാർ രവി മേഴ്സി രവി വിവാഹം കഴിച്ചു. PT തോമസ് ഉമാ തോമസിനെ വിവാഹം കഴിച്ചു. അങ്ങനെയുള്ള ഒരുപാട് പേര് എനിക്ക് അവരോട് ഭയങ്കര ആദരവ് തോന്നാറുണ്ട്. എൻ്റെ സഹോദരിയുടെ മിശ്ര വിവാഹമാണ്, രജിസ്റ്റർ മാരേജ് ആയിരുന്നു. മതരഹിതമായിട്ട് അവർ ജീവിക്കുന്നുണ്ട്, മതേതരമായിട്ട് ജീവിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അവനവൻ്റെ വിശ്വാസങ്ങൾ ഉണ്ടാവാം, വിശ്വാസം ഇല്ലാതിരിക്കാം. യുക്തിവാദികളിലും എത്രയോ നല്ല മനുഷ്യരുണ്ട്, നിരീശ്വരവാദികളിലും നല്ല മനുഷ്യരില്ലേ? എല്ലാ മതത്തിലും നല്ല മനുഷ്യരുണ്ട്, എല്ലാ മതത്തിലും മോശപ്പെട്ട മനുഷ്യരുണ്ട്. നിരീശ്വരവാദികളിലും മോശപ്പെട്ടവരുണ്ട്, നല്ലവരുണ്ട്. മനുഷ്യത്വം ഉണ്ടാവുക എന്നാണ് അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. അപ്പം ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ മധുവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മധു എന്ന് പറയാൻ പാടില്ല, മധുവേട്ടനൊക്കെ വിളിക്കേണ്ടതാണ്. കൃഷ്ണപ്രസാദിൻ്റെ പേര് പറയാൻ പാടില്ല. റഫീഖ് ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അല്പത്തരം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഒരു കുമ്മനടി എന്ന പ്രയോഗം അക്ഷരാർത്ഥത്തിൽ യോജിക്കുന്നത് റഫീഖിനാണ്. മമ്മൂട്ടിയുടെ ബൗൺസറാണോ, ബോഡി ഗാർഡാണോ? ഇങ്ങനെ ആൾക്കാരെ വളച്ച് മാറ്റി ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മാറ്റുന്നുണ്ട്. ഒരു CPM ജില്ലാ സെക്രട്ടറി അല്ലേ?
പറയുമ്പോൾ ആ ജില്ലയ്ക്കകത്താകെ പിന്നെ 3 അസംബ്ലി നിയോജക മണ്ഡലങ്ങളേ ഉള്ളൂ. അതിലൊരു മണ്ഡലത്തിൽ മാത്രമേ ORക്കുള്ളൂ, മന്ത്രി മാത്രമേ അവിടെ നിന്നുള്ള പിന്നെ CPMന് പ്രാതിനിധ്യമുള്ളൂ. ബാക്കി 2 സീറ്റിലും ഒന്ന് ടി സിദ്ദിഖാണ്, ഒന്ന് പിന്നെ IC ബാലകൃഷ്ണനാണ്. ഒക്കെ ശരി. പക്ഷേ പാർട്ടിയുടെ, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ, ഏറ്റവും വലിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ആ പദവിക്ക് ഒരു മാറ്റമുണ്ട്. അതിൻ്റെ പദവി കുറയ്ക്കരുത്. ഞാനൊക്കെ ക്യാമ്പസ് പഠിക്കുന്ന കാലത്ത് തന്നെ മഞ്ചേരിയിൽ മമ്മൂട്ടിയൊക്കെ പിന്നെ പല കടകളുടെ ഉദ്ഘാടനത്തിന് മഞ്ജു വാര്യരൊക്കെ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഒന്നോട്ട് ഇടിച്ചു കയറി ജനം മുഴുവൻ റോഡ് ബ്ലോക്കാക്കി പോയി. ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. പ്രവാസ കാലഘട്ടത്തിലും പിന്നെ ആണ് ഏറ്റവും കൂടുതൽ ഞാൻ പല സെലിബ്രിറ്റികളുടെയും കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട്. ഇന്ന് വരെ ഞാൻ സെൽഫി എടുത്തിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരാളടുന്ന് ഗ്രാഫ് മേടിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ കൂടെ പഠിച്ചവരടുന്ന് പിന്നെ സ്കൂൾ കഴിയുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ ഓട്ടോഗ്രാഫ് മേടിച്ചു എന്നല്ലാതെ, ഞാൻ ഒരു അധ്യാപകരടുത്തും മേടിച്ചു എന്നല്ലാതെ, ഞാനൊരു സെലിബ്രിറ്റിയുടെ അടുത്തും പോയിട്ട് ഓട്ടോഗ്രാഫ് മേടിക്കാൻ ഞാൻ നിന്നിട്ടില്ല. പലരുമായിട്ട് ബന്ധങ്ങളുണ്ട്. അത് എൻ്റെതായിട്ടുള്ള നയം. എല്ലാവരും അങ്ങനെ ആവണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ പറയുന്നില്ല. സെൽഫി എടുക്കുന്നതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ സാധാരണക്കാരുടെ കൂടെ, സൗഹൃദമുള്ളവരുടെ കൂടെ സെൽഫി എടുക്കാറുണ്ട്. അല്ലാതെ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ അവരുടെ കൂടെ ഫോട്ടോയ്ക്ക് വേണ്ടി കൊതിച്ചു നിൽക്കുന്നതില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട്. അത് സെലിബ്രിറ്റി എന്നോ അല്ല എന്നോ എന്നുള്ള വ്യത്യാസമില്ല. എൻ്റെ മനസ്സോട് ചേർന്ന് നിൽക്കുന്നവരുടെ കൂടെയുള്ള എനിക്ക് ഒരു വൈബ് തോന്നുന്ന ആൾക്കാരുമായി, ഒരു കണക്ഷൻ ഉണ്ടാവുന്ന ആൾക്കാരുമായി ഞാൻ സെൽഫി എടുക്കാറുണ്ട്. ഇത് പിന്നെ വളരെ മോശപ്പെട്ട കാര്യമാണ് റഫീഖ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനും പോയി വയനാട്ടിലേ എൻ്റെ കൂടെ റഫീഖ് വരണമായിരുന്നു. ആരും ഇല്ലുമ്പോൾ അവരുടെ കൂടെയൊക്കെ റഫീഖ് പോകണം. മമ്മൂട്ടി ഒരു താരമൂല്യമുള്ള ആളെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി പോയിട്ട് അവിടെ ബൗൺസറുടെ മാതിരി പിന്നെ ബോഡി ഗാർഡിൻ്റെ മാതിരി പോയി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാരെ പറഞ്ഞു മാറ്റാൻ ആരാ റഫീഖ്? പിന്നെ റഫീഖ് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങളുണ്ടാക്കി, ഞങ്ങൾ ആരെയും തടയാതിരിക്കുന്നത് ഞങ്ങളുടെ മാന്യത. ആരെയും നമ്മളുണ്ടാക്കി എന്ന് പറയണം. രമേശ് ചെന്നിത്തല വരെ 1 മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയില്ല, CM DRFലേക്ക് പിന്നെ സംഭാവന ചെയ്തതാണ് മുൻ പ്രതിപക്ഷ നേതാവ്. അങ്ങനെയുള്ള രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, എല്ലാ മനുഷ്യരുടെയും കൂട്ടായ്മയുടെ ഫലം. മലയാളികൾ മാത്രമല്ല, മലയാളികൾക്ക് അപ്പുറത്തുള്ള മനുഷ്യർ തമിഴ്നാട് സംഭാവന ചെയ്തിട്ടുണ്ട്, മറ്റു പല സംസ്ഥാനങ്ങളും സംഭാവന ചെയ്തിട്ടുണ്ട്, കർണാടക സംഭാവന ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ദുരന്ത മുഖത്ത് എപ്പോഴും പരസ്പരം മനുഷ്യത്വത്തിൻ്റെ പേരിൽ യോജിച്ച് നിൽക്കുക എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയമോ ബാക്കിയുള്ള മതമോ ഒന്നും കൂട്ടിക്കലർത്തരുത്. മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് കാർഡ് എത്രയോ നന്നായിട്ട് അവിടെ പിന്നെ പ്രവർത്തന മേഖലയിൽ ഉണ്ടായിരുന്നു. DYFI ഉണ്ടായിരുന്നു. BJPയുടെ RSSൻ്റെ സേവാഭാരതി ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ വൈറ്റ് കാർഡ് അവിടെ പിന്നെ അവരാണ് ആദ്യ ദിവസങ്ങളിൽ പിന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ ഭക്ഷണം മുഴുവൻ, ആയിരക്കണക്കിന് ആൾക്കാർക്കുള്ള ഭക്ഷണം മുഴുവൻ കൊടുത്തിരുന്നത്, അവിടുത്തെ സന്നദ്ധ സേവകർക്കും കൊടുത്തിരുന്നത്. ഇത് അല്പന അർത്ഥം കിട്ടിയതിൻ്റെ കുഴപ്പമുണ്ട്, മൂക്കാതെ പെടുത്തതിൻ്റെ കുഴപ്പമുണ്ട്. ആലോചിച്ച് നോക്കൂ. ഞാൻ സഖാവ് EMSൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ EMSൻ്റെ കൈപിടിച്ച് പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു സെമിനാർ. അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മഞ്ചേരി ജയശ്രീ ഓഡിറ്റോറിയത്തിൽ സാക്ഷാൽ സഖാവ് EMS വന്നപ്പം അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് പിന്നെ വേദിയിലേക്ക് കാലുകൾ നിറക്കിക്കൊണ്ടായപ്പോൾ എനിക്ക് പിടിച്ചു കൊണ്ടുപോകാനുള്ള അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. പക്ഷേ അത് ഞാൻ ഇപ്പം സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ, അല്പത്തരത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ല. സഖാവ് EK നായനാരുടെ കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട് ഞാൻ DYFI പ്രവർത്തിക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ പിന്നെ ആങ്കറിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത്, ആ സമയത്ത് അനൗൺസ് അവിടെ പിന്നെ അദ്ദേഹത്തെ വേദിയിലേക്ക് പിന്നെ അനൗൺസ് ചെയ്തു. സ്വാഗതം പറയല്ല, പക്ഷേ ആ സമയത്ത് അനൗൺസ്മെൻറ്റ് മൊത്തം ഞാനാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് മഞ്ചേരിയിൽ വെച്ചിട്ട്. ഞാൻ മഞ്ചേരി ഏരിയക്കാരനല്ല, വണ്ടൂർ ഏരിയക്കാരനാണ്. ഞാൻ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയല്ല. ഈ പണ്ട് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് ഓരോ അവതാരങ്ങൾ വരുന്നു. ഈ അവതാരങ്ങൾ പെട്ടൊരവസ്ഥയിലേക്ക് റഫീഖിനെ പോലെയുള്ള ഒരു CPMൻ്റെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന കമ്മിറ്റിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു ജില്ലാ സെക്രട്ടറി ആ പദവിയുടെ മഹത്വത്തിൻ്റെ പിന്നെ മാറ്റി കളയരുത്. അത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും BJPയുടെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും പിന്നെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ അവരിയ്ക്കുന്ന CPIയുടെ ജില്ലാ സെക്രട്ടറി ആണെങ്കിലും അവരിയ്ക്കുന്ന ഒരു പദവിക്ക് ഒരു വിലയുണ്ട്. ഈക്വലായിട്ട് കാണണം എല്ലാ മനുഷ്യനെയും. അത് മമ്മൂട്ടിയാണെങ്കിലും വഴിയിൽ കാണുന്ന സാധാരണക്കാരനായ മനുഷ്യനാണെങ്കിലും മുച്ചക്രവാഹനത്തിൽ ലോട്ടറി വിൽക്കുന്നവരെയാണെങ്കിലും എല്ലാവരെയും നമ്മൾ ഒരേപോലെ ആദരിക്കുകയും സമഭാവനയോടെ കാണുകയും മനുഷ്യത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് അതാണ് കമ്മ്യൂണിസം എന്ന് പറയുന്നത്. അല്ലാതെ മനുഷ്യനാകണം എന്ന് കുറേ പാട്ട് പാടിയിട്ട് കാര്യമൊന്നുമില്ല. എന്നിട്ട് ഇളിച്ച ചിരിയും ചിരിച്ചിട്ട് പുറമോട്ട് പോയി അവിടെ മാറിക്കളാന്ന് പറഞ്ഞു. ഇത് കേൾക്കാൻ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇത് എന്തായിരുന്നാലും വളരെ മോശപ്പെട്ട കാര്യമായിപ്പോയി. കാരണം ഞാൻ പറയുന്നത് ഇതിനകത്ത് പിന്നെ ഞങ്ങൾ ചെയ്തു എന്നുള്ള ക്രെഡിറ്റ് എടുക്കാൻ ആരും വരണ്ട. ഇതൊരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ്. ഇത് മലയാളിയുടെ പൊതു സ്വഭാവമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ലോകത്ത് എവിടെയെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു വേദന ഉണ്ടാവാറില്ലേ? ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പോലും പാകിസ്ഥാനിലെ സാധാരണ സിവിലിയന്മാർക്ക് അപകടം വരരുത്, അവിടുത്തെ ഒരു പിന്നെ നിരപരാധികളായ മനുഷ്യർ കൊല ചെയ്യപ്പെടരുതെന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചവരല്ലേ, ആഗ്രഹിച്ചവരല്ലേ നമ്മൾ. ഇറാനിലും ഇസ്രായേലിലും ലെബനനിലും ഒക്കെ അക്രമം ഉണ്ടാകുമ്പോഴും അക്രമകാരികൾ കൊല ചെയ്യപ്പെട്ടോട്ടെ, ഭീകരവാദികൾ കൊല ചെയ്യപ്പെടട്ടെ, ഖൊമനൈ കൊല ചെയ്യപ്പെട്ടതിൽ എനിക്ക് സങ്കടമില്ല.
ഇസ്മായിൽ ഹനിയെ പോലെ ചെയ്യപ്പെട്ടതിൽ എനിക്ക് സങ്കടമില്ല. പിന്നെ ഇസ്മായിൽ ഹനിയല്ലോ, എന്താണ് യഹിയ സിൻവർ, ഒസാമ ബിൻ ലാദൻ കൊല ചെയ്യപ്പെട്ടതിൽ എനിക്ക് സങ്കടമില്ല. പക്ഷെ സാധാരണ മനുഷ്യർ അവിടെയുണ്ട്. അവരിതിനകത്ത് പെടുമ്പോൾ കുഞ്ഞുങ്ങൾ, പിന്നെ സ്ത്രീകൾ, നിരപരാധികളായ പുരുഷന്മാർ, അവരൊക്കെ കൊല ചെയ്യപ്പെടുമ്പോൾ നമുക്ക് സങ്കടമില്ലേ? അതാണ് മനുഷ്യത്വം. അവിടെ ഈ റഫീഖ് പോയിട്ട് കൊമ്മനടി എന്ന പ്രയോഗം ശരിയാണെങ്കിൽ ആ കൊമ്മനടി എന്ന പ്രയോഗത്തിൽ നിന്ന് കേരളത്തിനകത്ത് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ റഫീഖാണെന്ന് സമീപകാല കേരളം കണ്ട ഏറ്റവും ഒരു രാഷ്ട്രീയ അശ്ലീലമായിട്ടാണ്. ഇങ്ങനെ കൈകൊണ്ട് വകഞ്ഞു മാറ്റി അത് കഴിഞ്ഞിട്ട് മാറിക്കളാന്ന് പറഞ്ഞപ്പോൾ ഇളിഞ്ഞ ചിരിയോട് കൂടിയിട്ട് നീ എന്തെങ്കിലും മണപ്പിച്ച് പുറകെ കിടക്കണമെന്ന് ചോദിക്കുന്നത് കേൾക്കേണ്ടത് ഒരു ഗതികേടിലേക്ക് CPM പലരും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എത്തുന്ന പാർട്ടിക്ക് എന്നാ കണക്കിടാ. അവനവൻ്റെ വില ആദ്യം തിരിച്ചറിയണം. അവനവൻ പ്രതിനിധീകരിക്കുന്ന ആളുകളുടെ അഭിമാന ബോധത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ ഒരാളും പോകാൻ പാടില്ല, ഒരു രാഷ്ട്രീയ നേതാവും പോകാൻ പാടില്ല. ഇവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ മൂക്കാതെ വെളുത്തതിൻ്റെ കുഴപ്പം തന്നെയാണ്. എന്തായിരുന്നാലും എനിക്കിതിനകത്തുണ്ടായിട്ടുള്ള പ്രതിഷേധമാണ് ഞാൻ അറിയിക്കുന്നത്. ഇത്തരം രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു സാംസ്കാരിക പ്രവർത്തകനും ഒരു മനുഷ്യനും തരം താഴാൻ പാടില്ല. എല്ലാവരും നമ്മളെപ്പോലെ തന്നെയാണ്. ആരും നമ്മളെക്കാൾ മേലെയില്ല, ആരും നമ്മളെക്കാൾ താഴെയുമില്ല എന്ന തിരിച്ചറിവാണ് വേണ്ടത്. ആരും നമ്മളെക്കാൾ ചെറുതല്ല, ആരും നമ്മളെക്കാൾ വലുതല്ല. എല്ലാവർക്കും ഒരു ജീവനേ ഉള്ളൂ. ഒരാൾക്ക് അര ജീവനും ഒരാൾക്ക് 1.5 ജീവനും ഇല്ല. എന്തായാലും ഞാൻ കൂടുതൽ പറയുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. 11:30 മിനിറ്റ് ഇപ്പം തന്നെ അത്യാവശ്യം ബോറടിപ്പിച്ചു. ഗുഡ് നൈറ്റ്.